വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് 12-ാം അധ്യായത്തിൽ സദൂക്യർ മരിച്ചവരുടെ പുനരുത്ഥാനം സംബന്ധിച്ച് ചോദിക്കുന്നു. യേശു പറയുന്നു, ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്. എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. 12-ാം അധ്യായം 25-ാം തിരുവചനം. ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. 12-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. 12-ാം അധ്യായം 36-ാം തിരുവചനം. യേശു നിയമജ്ഞരുടെ കപടമായ ജീവിതത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു ദരിദ്ര വിധവ തന്റെ മുഴുവൻ ജീവിതോപാധിയും ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. യേശു അവരുടെ വിശ്വാസം പ്രശംസിക്കുന്നു. വിശുദ്ധ മാർക്കോസ് 13-ാം അധ്യായത്തിൽ യേശു ജെറുസലേം ദേവാലയത്തിന്റെ നാശവും അന്ത്യകാലത്തെ സംഭവങ്ങളും ശിഷ്യന്മാരോട് വിശദീകരിക്കുന്നു. ദേവാലയത്തിന്റെ മഹത്വം കണ്ട് ആരാധിച്ചിരുന്ന ശിഷ്യന്മാർക്ക് അത് പൂർണ്ണമായി തകർന്നു പോകുമെന്ന് യേശു പ്രവചിക്കുന്നു. അതിനു പിന്നാലെ യേശു അന്ത്യകാലത്തിന് മുമ്പായി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. വ്യാജ മെശിഹാമാരും വ്യാജ പ്രവാചകന്മാരും ഉയരും. യുദ്ധങ്ങളും അക്രമങ്ങളും ഉണ്ടാവും. പീഡനവും ക്രോധവും വിശ്വാസികൾക്കുണ്ടാവും. എന്നാൽ ഇവയെല്ലാം പ്രസവവേദനയുടെ തുടക്കമാണ് എന്ന് യേശു പറയുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ.